ഫാമിലി ഈ സിനിമയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പറയുന്നത് പോലും ഫാമിലി ഡ്രാമ ത്രില്ലർ എന്നാണ് ഈ മൂവി. ഫാമിലി ഡ്രാമ ത്രില്ലർ. കാരണം ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫാമിലിയിൽ നിന്നാണ് ഈ സിനിമ തുടങ്ങുന്നതും ഫാമിലി തന്നെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ ആ ഒരു ജേണിയാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ 2024 ശരിക്കും കുറച്ചും കൂടി സിനിമകൾ ഇപ്പോൾ ചെയ്യാനുള്ള ഒരു എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയതെന്ന് പറയാം. ഒരാൾ ചെയ്തു വെച്ചൊരു പോലീസ് ക്യാരക്ടർ ഞാൻ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ റിയൽ ലൈഫിൽ കണ്ട ആൾക്കാരോ നമുക്ക് ഒരുപാട് പോലീസ് സുഹൃത്തുക്കളും ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മുടെ ഫ്രണ്ട് സർക്കിളിലാണെങ്കിൽ ഉള്ളവർ പോലും പോലീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം അവരുമായിട്ടൊക്കെ ഒരു സൗഹൃദവും ഇൻട്രാക്ഷനും ഉള്ളതുകൊണ്ട് നമുക്ക് അവരുടെ ഒരു ചേഷ്ടകളും ഒരു സംസാര രീതിയും ഒക്കെ നമുക്ക് അറിയാം. അയ്യപ്പനും കോശി എന്ന് പറഞ്ഞ സിനിമയാണ് എനിക്ക് ഐഡൻറ്റിറ്റി തന്നത് സച്ചേട്ടൻ. ഒരു ദിവസം ഒറ്റയ്ക്ക് ട്രെയിനിൽ എന്തോ നിൽക്കുമ്പോഴാണ് സച്ചേട്ടൻ മെസ്സേജ് അയക്കുന്നത്. സച്ചേട്ടാ സുഖമാണോ എന്ന് ചോദിച്ചിട്ട് ഒരു മെസ്സേജ് അയച്ചപ്പോഴാണ് സച്ചേട്ടൻ വിളിച്ചിട്ട് നീ അത്യാവശ്യമായിട്ട് അതിനെ കാണാൻ പറഞ്ഞു. എന്നിട്ട് അയ്യപ്പനും കോശിയുടെയും പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്താണ്. അങ്ങനെയാണ് ഞാൻ അതിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. അനുമോഹൻ, അതിഥി രവി രണ്ടുപേരുമാണ് ദ ക്യൂ സ്റ്റുഡിയോയിൽ. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഈ ട്രെയിലറിൽ നിന്നുള്ളൊരു വിഷ്വലിന് നമുക്ക് ഈ മകളെ നഷ്ടപ്പെടുന്നു, മകളെ അന്വേഷിക്കുന്നു എന്നൊക്കെയുള്ളൊരു പ്രോസസ്സ് ഇപ്പോൾ മലയാള സിനിമയിൽ നോക്കിയെടുത്താൽ ഇപ്പോൾ ഈഗോ കോൺഫ്ലിക്റ്റ് വരുന്ന സിനിമകൾ ഒരു വൺ ലൈനിൽ പറയുകയാണെങ്കിൽ ഈഗോ കോൺഫ്ലിക്റ്റ് വരുന്ന സിനിമകൾ നമ്മൾ ഒരു സർഫസ് ലെവലിൽ നോക്കിയ കുറേ സിനിമകളുണ്ട്. അതുപോലെ ഈ സെർച്ച് ആൻഡ് ഫൗണ്ട് അല്ലെങ്കിൽ സെർച്ച് ആ പ്രോസസ്സിലുള്ള സിനിമകളും പുറത്തും ഇന്ത്യയിലൊക്കെ നോക്കിയാൽ അങ്ങനെ ഒരു സർഫസ് ലെവലിൽ നോക്കിയ ഈ വൺ ലൈൻ നമ്മൾ ഒരുപാട് കണ്ടതാണ്. ഈ ബിഗ് ബെന്നിൽ വരുമ്പോൾ ഈ ആദ്യം നിങ്ങളിലേക്ക് കഥ വരുമ്പോൾ ഉറപ്പായിട്ടും ഈ വൺ ലൈൻ ആണല്ലോ ആദ്യം നിങ്ങൾക്ക് ഫീഡ് തരുന്നത്. എന്താണ് ബിഗ് ബെൻ സ്പെഷ്യൽ ആവാൻ എന്താ കാരണം? സ്പെഷ്യൽ ആവാൻ ആക്ച്വലി എൻ്റെ അടുത്ത് വൺ ലൈൻ അല്ല ആക്ച്വലി പറഞ്ഞത്. എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾ UK ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഒരു സിനിമയാണ്. 2020 2020 എൻ്റെ അടുത്ത് ആദ്യം ഈ കഥ പറയാൻ വിനോദ് ചേട്ടൻ വിളിക്കുന്നത്. കോവിഡിന് മുന്നേ. അപ്പോൾ ഞാൻ ഫോണിൽ കൂടെയാണ്, പുള്ളി ലണ്ടനിലാണ്. അപ്പം ഫോണിൽ കൂടെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ ഇവിടെ നിൽക്കാം. അപ്പോൾ ഞാൻ വിനോദ് ചേട്ടൻ സ്ക്രിപ്റ്റ് ഒന്ന് അയച്ചിട്ടു. ഞാൻ വായിച്ചിട്ട് തിരിച്ച് വിളിക്കാം എന്നുള്ള രീതിയിൽ. അപ്പോൾ എനിക്ക് ഫുൾ സ്ക്രിപ്റ്റ് അയച്ചു തന്നെ, വൺ ലൈൻ അല്ല അയച്ചു തന്നെ. അങ്ങനെ ഞാൻ ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഈ പറയുന്ന പോലെ ഒരു പുതിയ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് അത് സംസാരിക്കുന്നത്. അത് UK പശ്ചാത്തലത്തിൽ മലയാളത്തിൽ അങ്ങനത്തെ ഒരു ജോണർ വന്നിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആ കഥയിൽ ഭയങ്കരമായിട്ടുള്ളൊരു പുതുമ എനിക്ക് ഫീൽ ചെയ്തു. ഈ പറയുന്നത് പോലെ ഒരു ഫാമിലി ഒരു സർവൈവൽ, ഒരു സെർച്ച് ആൻഡ് ഫൗണ്ട് പരിപാടി ഉണ്ട് അതിനകത്ത്. അപ്പോൾ അത് പ്രത്യേകിച്ച് നമ്മളുടെ മലയാളി ഒരു കുടുംബം അവിടെ മൈഗ്രേറ്റ് ചെയ്ത് താമസിക്കുന്ന ഒരു ഫാമിലി, നമ്മൾ ഇവിടെ പരിചിതമായ ചില രീതികളും ഇപ്പോൾ കുടുംബ ബന്ധങ്ങളും, അപ്പം ഒരു മകളെ വഴക്ക് പറയുന്നതോ അല്ലെങ്കിൽ ഒരു ഭാര്യനെ ഉണ്ടാകുന്ന ഒരു സ്വരച്ചേർച്ചയൊക്കെ നമ്മൾ ഇവിടെ ബിഹേവ് ചെയ്യുന്ന പോലെ അവിടെ ബിഹേവ് ചെയ്യാൻ പറ്റില്ല പല സിറ്റുവേഷൻ. അപ്പം അത് നാട്ടിലിങ്ങനെ അല്ലല്ലോ, അവിടെ എന്ത് ചെയ്യാമെന്നുള്ളൊരു ധാരണയിൽ അവിടെ പോയി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളാണ്. അത് അവിടുത്തെ ഒരു ലോ വെച്ചിട്ട് നോക്കുമ്പോൾ അതെങ്ങനെ ഈ ഫാമിലീനെ എഫക്റ്റ് ചെയ്യുന്നു, അതവരെങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്നുള്ളതാണ് സിനിമയുടെ ഒരു ബേസിക് ത്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് എന്നെ അട്രാക്ട് ചെയ്തതും. പിന്നെ ഈ ക്യാരക്ടർ, ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ ജീൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ഒരു പോലീസ് ഓഫീസറാണ്. പുള്ളി മകളെ കൊണ്ട് UK പോവുകയാണ്. അപ്പം ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. പുള്ളിക്ക് പെട്ടെന്ന് ദേഷ്യം വന്ന് പെട്ടെന്ന് തണുക്കുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രമാണ്. അപ്പം പുള്ളിയുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം വന്നു പെടുന്നത്. അപ്പം അത്തരത്തിൽ ഒരുപാട് വേരിയേഷൻസ് ഉള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എത്തുന്നത്. അതിലേക്ക് എങ്ങനെ ഇത് ഈ പറഞ്ഞ പോലെ ബിഗ് ബെൻ വരുമ്പോൾ എക്സൈറ്റ്മെന്റ്? എനിക്ക് എക്സൈറ്റഡ് ആയ ഒരു കാര്യം, എനിക്ക് നടന്ന സംഭവം ബേസ് ചെയ്തൊരു സിനിമ ചെയ്യാന്ന് കേൾക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് വരാറുണ്ട്. ഐ മീൻ അത് കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ ഇതൊരു നടന്ന റിയൽ സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമ വരുന്നതെന്ന് പറയുമ്പോൾ കാണാനൊരു ക്യൂരിയോസിറ്റി എനിക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്തപ്പോൾ, അത് ചെയ്യാൻ വേണ്ടി അപ്രോച്ച് ചെയ്തപ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു. കാരണം ഇതൊരു കുക്ഡ് അല്ലെങ്കിൽ ഒരു ഫിക്ഷൻ പോലത്തെ ഒരു സബ്ജക്റ്റ് അല്ല. അപ്പം എനിക്ക് അത് തന്നെയാണ് എൻ്റെ ഫസ്റ്റ് അട്രാക്ഷൻ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ കഥാപാത്രങ്ങളാണെങ്കിലും ഒത്തിരി കണ്ട് ഒരുപാട് പേർക്ക് എന്നെ കണക്ട് ചെയ്യും. കുറേ ഇപ്പം ഞാനാണെങ്കിൽ ജീൻ എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്യുന്ന ചേട്ടൻ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ക്യാരക്ടറാണ്. അപ്പം കല്യാണം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ട്. അപ്പോൾ അത്രയും എന്നിട്ട് ആ കുഞ്ഞുണ്ട്. പിന്നെ ഞാൻ ആ വീടെല്ലാം വിട്ട് ഒരു പുറത്ത് ജോലിക്ക് പോകുന്ന ഒരു ക്യാരക്ടറാണ്. അതായത് നഴ്സിംഗ് പഠിച്ചിട്ട് ഞാൻ കേരളമെല്ലാം വിട്ട് UK ജോലി ചെയ്യുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ ജോലി ചെയ്യുന്ന ഒത്തിരി സ്ത്രീകളുണ്ട്. അതിപ്പോൾ നേഴ്സ് എന്നല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലി സംബന്ധമായിട്ടൊക്കെ നാടൊക്കെ വിട്ട് പുറത്ത് പോയി ജോലി ചെയ്യുന്ന ഫാമിലിയുള്ള ഒത്തിരി സ്ത്രീകൾക്ക് എൻ്റെ ഇമോഷൻസും ഞാനതിൽ ചെയ്തിരുന്ന പല ഇമോഷൻസും അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ്. ഈ ടീസർ ഇറങ്ങിയപ്പോഴും ട്രെയിലർ ഇറങ്ങിയപ്പോഴും
രണ്ടിനും രണ്ട് സ്വഭാവമായിരുന്നു. അതായത് ടീസറിൽ ഭയങ്കര ഓക്കെ നമ്മളൊരു ഫാമിലി ഡ്രാമയോ അല്ലെങ്കിൽ ഇമോഷണൽ ഡ്രാമ എന്ന് തോന്നിക്കുന്ന രീതിയിലായിരുന്നു. ട്രെയിലർ ഇറങ്ങിയപ്പോൾ ഓക്കെ ഇതേ അല്ല, ഇത് ഒരു ആക്ഷനും ഒരു ഫൈറ്റും ഒക്കെ അടങ്ങിയ ഒരു ത്രില്ലർ ജോണറ. അത് ഇതിന്റെ രണ്ടിന്റെ ഒരു ബ്ലെൻഡാണോ ശരിക്കും? അതെ അതെ, സത്യം എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും കൂടെ ഒരു ബ്ലെൻഡ് തന്നെയാണ്. കാരണം ഇതിനകത്ത് ഫാമിലി ഈ സിനിമയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറയുന്നത് പോലും ഫാമിലി ഡ്രാമ ത്രില്ലർ എന്നാണ് ഈ മൂവി. ഫാമിലി ഡ്രാമ ത്രില്ലർ. കാരണം ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫാമിലിയിൽ നിന്നാണ് ഈ സിനിമ തുടങ്ങുന്നതും ഫാമിലി തന്നെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ ആ ഒരു ജേണിയാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ പല പല ഈ പറഞ്ഞ പോലെ നമ്മളൊരു ലൈഫ് എടുത്താലും പല ത്രില്ലിംഗ് മൊമെന്റ്സ് ഉണ്ടാവാം, സങ്കടമുള്ള സീക്വൻസുകൾ, എന്താ പറയുക, ഇൻസിഡൻസുകൾ ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ ബിഗ് ബെന്നിൽ, അതും നാടെല്ലാം വിട്ട് പുറത്ത് പോയി നിൽക്കുന്ന ഞങ്ങൾ രണ്ടുപേർക്കും ഫേസ് ചെയ്യേണ്ടി വരുന്ന ചില കാര്യങ്ങളാണ് സിനിമയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഏരിയാസും ഉണ്ട്. ഞങ്ങളുടെ നല്ല ഹാപ്പി മൊമെൻറ്റ്സ് ഉണ്ട്, സ്ട്രഗിൾ ചെയ്യുന്ന മൊമെൻറ്റ്സ് ഉണ്ട്. അതിൽ റൊമാൻസ് ആണെങ്കിലും സെൻറ്റിമെൻറ്റ്സ് ആണെങ്കിലും എല്ലാത്തിനും അങ്ങനെ ഒരു എല്ലാവരും പറയുന്ന പോലെ കോർത്തിണക്കിയിട്ടുള്ളൊരു കോർത്തിണക്കിയിട്ടുള്ളൊരു സിനിമയാണ്. ഈ ലൊക്കേഷൻ ഇപ്പോൾ പുറത്ത് മലയാള സിനിമയിൽ പുറത്ത് ലൊക്കേഷൻ വന്ന ഒരുപാട് സിനിമകൾ നമ്മളിപ്പോൾ ആഡം ജോൺ പോലെയോ ലണ്ടൻ ബ്രിഡ്ജ് പോലെയുള്ള സിനിമകളൊക്കെ കണ്ട് കഥ പറയുമ്പോൾ ഈ ലൊക്കേഷൻ ഓക്കെ ലണ്ടനിലാണ്, ട്രെയിലർ കാണുമ്പോഴും രണ്ടും കട്ടിൽ രണ്ടും വരുന്നുണ്ട്, നാട്ടിലത്തെ പോർഷനും ലണ്ടൻ്റെ പോർഷനും. ഇത് എക്സൈറ്റ് ചെയ്യിക്കുന്നുണ്ടോ? അത് ആക്ച്വലി ഈ സ്ക്രിപ്റ്റിൽ ഈ സ്ഥലങ്ങളെല്ലാം നമ്മൾ വെറുതെ ഒരു സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്തതല്ല. ആക്ച്വലി ഈ സ്ക്രിപ്റ്റിൽ ഈ ഓരോ സ്ഥലങ്ങൾക്കും ഭയങ്കര ഇമ്പോർട്ടൻസ്. ടൈം ലൈനിലും സ്ഥലങ്ങൾക്ക് ഇപ്പം ലണ്ടനിൽ തന്നെ നമ്മൾ ലിവർപൂൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അയർലൻഡ് ഷൂട്ട് ചെയ്തു, ഡബ്ലിൻ ഷൂട്ട് ചെയ്തു, ബോംബെ ഷൂട്ട് ചെയ്തു, ട്രിവാൻഡ്രം ഷൂട്ട് ചെയ്തു, കൊച്ചി ഷൂട്ട് ചെയ്തു. അപ്പം ഇത് അങ്ങനെ ഒരു ലൊക്കേഷൻ നമ്മൾ അന്വേഷിച്ച് പോയി അവിടെ ഷൂട്ട് ചെയ്തതല്ല. ആക്ച്വലി കഥാപരമായിട്ട് ഈ സ്ഥലങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ആ സ്ഥലങ്ങളിലൂടെ ഈ കഥ പറയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഈ സ്ക്രിപ്റ്റുമായിട്ട് ഈ സ്ഥലങ്ങൾ ഭയങ്കര ബ്ലെൻഡായി കിടക്കുന്നത്. നമുക്ക് ഇത്രയും ഏരിയ ഷൂട്ട് ചെയ്തൊരു സിനിമ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയും ലൊക്കേഷൻസ് കവർ ചെയ്ത ഇൻ്റർനാഷണലി കവർ ചെയ്ത ഒരു സിനിമ അങ്ങനെ വന്നിട്ടില്ല. അപ്പം വിനോദ് ചേട്ടനും ആ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം സ്ക്രിപ്റ്റ് കോംപ്രമൈസ് ചെയ്യാതെ ആ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന സംഭവങ്ങൾ ഒത്തിണങ്ങുമ്പോൾ അല്ലെങ്കിൽ അത് ഒരുമിച്ച് വരുമ്പോൾ നമുക്കിത് പടം ചെയ്യാമെന്നുള്ളൊരു ധാരണ ഞങ്ങൾ ആദ്യമേ സ്ക്രിപ്റ്റ് സംസാരിക്കുമ്പോഴേ ഉണ്ടായിരുന്നു. അപ്പം അത് പുള്ളി ആ പറഞ്ഞ വാക്ക് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഒരു സ്ഥലത്തും കോംപ്രമൈസ് ഇല്ലാതെ, ഇപ്പോൾ ലൊക്കേഷൻ വൈസ് ആണെങ്കിലും ആർട്ടിസ്റ്റ് വൈസ് ആണെങ്കിലും ടെക്നീഷ്യൻസ് വൈസ് ആണെങ്കിലും എല്ലാം അവരുടെ കംപ്ലീറ്റ് ഇൻപുട്ട് ചെയ്ത ഒരു സിനിമയാണ്. അപ്പം നമ്മൾ ഫൈനൽ ഔട്ട് കണ്ടപ്പോഴും നമുക്ക് ആ ഒരു ഹാപ്പിനെസ് ഉണ്ട്. 2020-ലാണല്ലോ ഈ കഥ ആദ്യം നിങ്ങളിലേക്ക് എത്തുന്നത്. 2020 4 വർഷം ഒരു കാലയളവ് എടുത്തിട്ടുണ്ടല്ലോ. ആക്ച്വലി ആദ്യത്തെ സമയത്ത് കോവിഡ് വന്നു, ഞങ്ങൾക്ക് വിസ പരിപാടികൾ കുറച്ച്. പിന്നെയും നമ്മളൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോൾ ഉക്രൈൻ യുദ്ധം നടക്കുന്ന സമയം. അപ്പോൾ ആ സമയത്തും അപ്പോൾ ഒരു ബന്ധം ഞങ്ങൾ യാതൊരു തരത്തിലും എഫക്റ്റ് ചെയ്യില്ല എന്ന് വിചാരിച്ച സമയത്താണ് ആ വിസ. നമുക്ക് കുറേ ആൾക്കാർക്ക് വിസ റിജക്റ്റ് ആയി, കുറേ ആൾക്കാർക്ക് ഡിലേ ആയി. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒരു സമയത്ത് പോകാൻ പറ്റിയില്ല. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ വിൻ്ററായി. വിൻ്റർ ആകുമ്പോൾ അവിടെ ഡേ ടൈം ഭയങ്കര കുറവാണ്. അവിടെ ഒരു 10 മണിക്ക് സൂര്യൻ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം 3 മണിയാകുമ്പോൾ സൂര്യൻ പോകും. അപ്പം ആ ഒരു 5 മണിക്കൂറൊക്കെ ഉള്ളൂ ഡേ ടൈം എന്ന് കിട്ടും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരിക്കലും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, എക്സ്ട്രീം തണുപ്പുമാണ്. അപ്പോൾ ഈ ഒരു എന്തോ കറങ്ങി തിരിഞ്ഞ് കറക്റ്റ് സമയത്ത് നമ്മൾ മെയ് മാസം അവിടെ ഷൂട്ട് ചെയ്തു. നമ്മളൊരു 52 ഡേയ്സ് അവിടെ ഷൂട്ട് ചെയ്തു. അങ്ങനെ ഒരു ഡിലേ വന്നതാണ് ഈ മൂവിക്ക്. അതാണ് ആ ഒരു 3 വർഷത്തെ ഡിലേ വന്നത് ആക്ച്വലി. കാരണം ഞാനിതിൽ കേൾക്കുന്നത് 12th Man, ഞങ്ങൾ ഒരുമിച്ചാണ് 12th Manൽ പേര് ആ ടൈമിലാണ്. അപ്പോൾ 12th Man കഴിഞ്ഞ റിലീസിനോട് ഷൂട്ടിന്റെ സമയത്താണ്, 2022 അപ്പോൾ ആ സമയത്താണ് ഞാൻ ഇന്നാവുന്നത്. അഞ്ചിന് മുന്നേ അറിയാൻ ഒരു മുൻപേ പരിചയം. അപ്പം ഞാനതിലേക്ക് ഇന്നാവുന്ന ആ മൂവി കഴിഞ്ഞതിന് ശേഷം. അപ്പം അപ്പോൾ കമ്മിറ്റ് ചെയ്ത മൂവിയാണ് ആക്ച്വലി. പിന്നെ ഈ പറഞ്ഞ പോലെ ട്രാവല് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, UK പോകുന്നതിൻ്റെ ഒരു ട്രാവൽ, ഇപ്പോൾ ഈ പറഞ്ഞ പല ഇഷ്യൂസും വന്നതുകൊണ്ട് ഇങ്ങനെ ഡിലേ ആയിട്ടാണ് ഇപ്പോൾ 24-ൽ ഇപ്പോൾ ജൂൺ 28 റിലീസ്. ഇപ്പോൾ അനുമോഹൻ്റെ ഈ വർഷം കാലയളവിലുള്ള കരിയർ എടുത്ത് നോക്കുമ്പോഴും ഇത്രയും ആക്ടിവിറ്റീസ് ഉള്ള, അതായത് പൊതുവേ ഭയങ്കര വൈകാരികമായിട്ട് ഇമോഷണൽ ട്രേറ്റ്സ് ഒരുപാട് കണ്ട സിനിമയുണ്ട്. ഇതിൽ ആക്ഷൻ വരുന്നുണ്ട്, ഫൈറ്റ് വരുന്നുണ്ട്, അത്തരം ആക്ടിവിറ്റീസൊക്കെ വരുന്നൊരു ട്രെയിലറാണ് നമ്മൾ കാണുന്നത്. ഏതെങ്കിലും രീതിയിലൊരു ഒരു റീബ്രാൻഡിങ്ങോ അല്ലെങ്കിൽ പുതിയൊരു വഴിയിലേക്ക് കാലെടുത്ത് വെക്കാമെന്നായിരുന്നു ബിഗ് ബെൻ കമ്മിറ്റ് ചെയ്യുമ്പോഴൊക്കെ ഉള്ളത്. അങ്ങനെ സംഭവിക്കട്ടെ എന്നുള്ളതാണ്. കാരണം അങ്ങനത്തെ ഒരു കഥാപാത്രം ഞാൻ ആക്ച്വലി ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ചെയ്ത സിനിമകളിലൊക്കെ ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവം ആ ഒരു ത്രെഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ജീൻ സഞ്ചരിക്കുന്ന സിറ്റുവേഷൻസ് ഭയങ്കര ഡിഫറെൻ്റാണ്. ആദ്യം നാട്ടിൽ നിൽക്കുമ്പോഴും വൈഫിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴും അവിടെ അപ്രതീക്ഷിതമായിട്ടാണ് എല്ലാ സംഭവങ്ങളും നടക്കുന്നത്. അപ്പം ക്യാരക്ടറിന് പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്തേക്കാണ് ഈ ജീൻ്റെ ക്യാരക്ടർ ട്രാവൽ ചെയ്യുന്നത്. അപ്പം അവിടെ ഈ ഫൈറ്റ് വരും, ഇമോഷൻസ് വരും, ചില സമയത്ത് റൊമാൻസ് ഉണ്ട്,
അത് കഴിഞ്ഞിട്ട് ഈ വളരെ ടെൻഷൻ അടിച്ച് പോകുന്ന ഒരു ട്രാവലുണ്ട്. അപ്പം ഈ പറഞ്ഞ അയർലൻഡ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആ കഥാപാത്രത്തിൻ്റെ അങ്ങനത്തെ ആ റൂട്ട് വഴി വരാൻ പറ്റുള്ളൂ. അപ്പം ഇത്രയും ഇമോഷൻ വേരിയേഷൻസ് ഉള്ളൊരു സാധനം ഞാൻ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. സ്വാഭാവികമായിട്ടും സെൻട്രൽ ക്യാരക്ടർ ആകുമ്പോൾ അത്രയും അതിലൂടെയാണല്ലോ കഥ പറഞ്ഞു പോകുന്നത്. അപ്പം ആ ഒരു ചലഞ്ചിങ് ഉണ്ടായിരുന്നു, ആ ഒരു ടെൻഷനും ഉണ്ട് സത്യം പറഞ്ഞാൽ. അതിനി അടുത്ത കാൽവയ്പ്പാണെന്ന് ചോദിച്ചാൽ അറിയില്ല. അതിപ്പം എന്തായാലും ആളുകൾ കണ്ടിട്ടല്ലേ തീരുമാനിക്കുക. അവർക്ക് ഭൂരിഭാഗത്തിന് ഇഷ്ടപ്പെടുക എന്നുള്ളതാണല്ലോ ഒരു സിനിമ. അതിഥിക്കായാലും ഇപ്പോൾ ഏതാണ്ട് 10 വർഷമായി ഇൻഡസ്ട്രിയിൽ പ്രധാന കഥാപാത്രമായും ക്യാരക്ടർ റോളായിട്ടൊക്കെ ഏതാണ്ട് 10 വർഷമായി. ബിഗ് ബാനിൽ എത്തി നോക്കുമ്പോൾ ഈ 10 വർഷത്തെ ജേണി പിന്നിലോട്ട് ആലോചിക്കുമ്പോൾ ഒരു ടേക്ക് അവേയും ഇപ്പോൾ പിക്ക് ചെയ്യുന്ന സിനിമകൾക്കൊരു മാറ്റമോ ഒരു ഇവല്യൂഷനോ ഒക്കെ സംഭവിച്ചായിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? എന്താണ് ഒരു ടേക്ക് അവേ? ഉണ്ട്. ബിഗ് ബാനിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ 2024 ശരിക്കും കുറച്ചും കൂടിയും സിനിമകൾ ഇപ്പം ചെയ്യാനുള്ളൊരു എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയതെന്ന് പറയാം. 24 ഇപ്പൊ ബിഗ് ബാനിൽ തന്നെ. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇങ്ങനത്തെ റൊമാൻറ്റിക് സീൻസുകളൊന്നും ഒറ്റ സിനിമയിലും ചെയ്തിട്ടില്ല. ബിഗ് ബാനിലാണ് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു ഇന്റിമസി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കൈൻഡ് ഓഫ് ഇന്റിമസി എന്ന് പറയാം ഞാൻ ചെയ്യുന്നത് ആദ്യമായിട്ട് ബിഗ് ബാനിലാണ്. അപ്പൊ അത് എൻ്റെ ഒരു ആക്ടിങ് കരിയറിൽ ഒരു ചേഞ്ചാണ്. എനിക്കത് വലിയ കാര്യമാണ്. ഇപ്പോൾ അത് വലിയ മാറ്റർ ഒന്നും അല്ല ഇപ്പോൾ സിനിമയ്ക്കകത്തെന്ന് അറിയാമെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഈ 2024 ചെയ്യുന്നത്. 10 വർഷത്തിനിടയിൽ ഞാൻ എല്ലാം ചെയ്തിട്ടിരിക്കുന്നത് വളരെ അങ്ങനെ. കാരണം ഈ സിനിമ അത് ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. കാരണം സാധാരണ ഒരു ഗൾഫുകാരൻ നാട്ടിൽ വരുമ്പോൾ ഉണ്ടാവുന്ന അതേ ഒരു ഇമോഷൻ തന്നെയാണ് നാട്ടിൽ നിന്ന് ഹസ്ബൻഡ് വൈഫിൻ്റെ അടുത്തേക്ക് വരുമ്പോഴും. അപ്പോൾ ആ ഒരു സീക്വൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൽ നമ്മൾ പറയില്ലേ ഡിമാൻഡ് ചെയ്യും ചില സീനുകൾ. അപ്പം എനിക്കത് ഇതുവരെ അങ്ങനത്തെ സിനിമകളിൽ ഡിമാൻഡ് ചെയ്യുന്നത് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇപ്പോഴാണ് ഞാൻ കുറച്ചും കൂടി അങ്ങനെ ഒരു മാറ്റം എൻ്റെ ആക്ടിങ് വൈസിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നത് ഈ ഒരു വർഷമാണ്. പിന്നെ 10 വർഷമായിട്ടും എൻ്റെ കരിയർ എടുത്തു നോക്കുകയാണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. വളരെ എണ്ണത്തിൽ കുറവാണെങ്കിലും ചെയ്ത സിനിമകളും ചെയ്ത ടീമെല്ലാം നല്ലതായിരുന്നു. എനിക്കത് സന്തോഷം മാത്രമേ എനിക്ക് തന്നിട്ടുള്ളൂ. അത് തിയേറ്റർ ഹിറ്റോ ഫ്ലോപ്പോ എന്നുള്ളതല്ല. നമ്മൾ പാഷനായിട്ട് അഭിനയത്തെ കാണുമ്പോൾ എനിക്ക് എല്ലാ സിനിമകളും ഞാൻ വർക്ക് ചെയ്ത എല്ലാ ടീമും എല്ലാ ഡയറക്ടേഴ്സും എല്ലാ ക്രൂ മെമ്പേഴ്സും അവരൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് സന്തോഷം മാത്രമേ എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഉള്ളൂ. സന്തോഷം സമാധാനമാണ് എനിക്കുള്ളത്. ബിഗ് ബാനില് അതിഥിയുടെ ക്യാരക്ടർ ആക്ച്വലി ലണ്ടൻ മാത്രമായിരുന്നു ഷെഡ്യൂൾ. ഞാൻ ലണ്ടനിലാണ്. നാട്ടിലേക്ക് പോകുന്ന കുറച്ച് ഇവിടുന്ന് എന്താ പറയുക ജോലി വേണ്ടി അങ്ങനെ പോകുന്ന 1-2 സീക്വൻസേ ഉള്ളൂ. ഇതില് എന്റെ ക്യാരക്ടർ നാട്ടിലും യുകെയിലും കുട്ടി അമ്മൂമ്മയുടെ അടുത്തുമാണ്. അപ്പൊ 3 സ്ഥലത്ത് അങ്ങനെ ഒരുപാട് ഫാമിലീസ് ഉണ്ട്. എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ 3 സ്ഥലത്ത് നിൽക്കേണ്ടി വരുന്നത്. അവരുടെ പ്രൊഫഷൻ വൈസ് ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കേണ്ടി വരുന്നതാണ്. അല്ല അപ്പൊ എങ്കിൽ പോലും ആ ഒരു അറ്റാച്ച്മെന്റ് ഫീലിംഗ് പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണ്. അല്ല ഇവൻ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു ലൊക്കേഷനിൽ ഒരു ലേഡി വർക്ക് ചെയ്യുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിൽ. അവര് നേഴ്സല്ല, സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യണം. അപ്പം ഞാൻ ഇങ്ങനെ വാഷ്റൂമിനൊക്കെ നമ്മൾ ചോദിച്ചപ്പോൾ ആ ലേഡി നിൽക്കുന്ന ഒരു ചെറിയ റൂമിലാണ്. നമ്മുടെ കേരളത്തിലുള്ള ഒരു ലേഡിയാണ്. കല്യാണം കഴിഞ്ഞു, ഹസ്ബൻഡ് വേറെ സ്ഥലത്ത്, കുട്ടി വേറെ സ്ഥലത്ത്. അപ്പം ഞങ്ങൾക്കത് നേരിട്ട് അവിടെ ചെന്നിട്ട് ഒരാളെ കാണാൻ പറ്റിയപ്പോൾ ഞാനും ഞങ്ങൾ ചെയ്യുന്ന സീനും അതാണ്. അപ്പം ഞാൻ ചോദിച്ചു അവരുടെ ആ ഒരു ഫേസിൽ തന്നെ ഉണ്ട് അവരുടെ ആ ഒരു പെയിനും അല്ലെങ്കിൽ അവിടുത്തെ ഒരു അന്ന ജീവിതമാണ്, ഇതിലൂടെ കടന്നു പോകണം. അപ്പോൾ അതൊക്കെ നമുക്ക് പെട്ടെന്ന് ലൈവായിട്ട് ഞാൻ കുറേ പേര് അവിടെ കണ്ടിട്ടുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ നേഴ്സിന് പോകുന്നത് UK-ലാണല്ലോ പലരും. അപ്പോൾ അവരുടെയൊക്കെ പല പല ലൈഫ് സ്റ്റോറീസും ഹസ്ബൻഡ് നാട്ടിൽ, ചിലർക്ക് കുട്ടികളുണ്ടായിട്ടുണ്ടാവില്ല, ഹസ്ബൻഡ് പക്ഷേ നാട്ടിലാണ്. ചിലർ ഈ പറഞ്ഞ പോലെ കുട്ടികളും ഹസ്ബൻഡും നാട്ടിലാണ്, അവരവിടെ നിൽക്കുന്നു. നമ്മുടെ ഇതിൽ ശരിക്കും പറഞ്ഞാൽ കുട്ടി വേറെ സ്ഥലത്തും ഹസ്ബൻഡ് വേറെ സ്ഥലത്തും ഞാൻ UK-ൽ, അങ്ങനെയാണ് നമ്മുടെ സിനിമകൾ. അപ്പോൾ ഇതൊക്കെ കുറേ പേർക്ക് നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്ത കഥാപാത്രങ്ങളല്ല, ഉള്ള കഥാപാത്രങ്ങളാണ്. ഇപ്പോഴും അത് തുടർന്നു പോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് വളരെയധികം ഈ സിനിമ ചെയ്യാൻ സമയത്ത് ഒത്തിരി അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു എലമെൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ റിയൽ ഇൻസിഡൻറ്റ്, ഒരു ബേസ്ഡ് ഓൺ എ റിയൽ ഇൻസിഡൻറ്റ് ഒരു കഥ വരുമ്പോൾ അവിടെ ഒരു ഓക്കെ നടന്നൊരു കാര്യമായിട്ട് റിലേറ്റ് ചെയ്യിക്കുകയാണല്ലോ, അതൊരു വലിയ രീതിയിൽ എക്സൈറ്റ്മെൻറ്റും ഇപ്പോൾ ഷെയർ ചെയ്തിരുന്നു. ആ രീതിയിലുള്ള റെഫറൻസ് ഇപ്പോൾ കഥ പറയുമ്പോഴൊക്കെ ആ രീതിയിലുള്ള റെഫറൻസ് തന്നിരുന്നു. അത് അറിയാൻ ശ്രമിക്കും, ആ കഥയിലേക്ക് നമ്മുടെ ക്യാരക്ടറിനെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. ഇത് ബിനോയ് ചേട്ടൻ്റെ തന്നെ പരിചയത്തിലുള്ള പലരുടെയും സ്റ്റോറിയാണ്. അപ്പോൾ ബിനോയ് ചേട്ടൻ തന്നെ കഥ പറയുമ്പോൾ ഇങ്ങനത്തെ എൻ്റെ അതിൽ നിന്നുള്ള പല കാര്യങ്ങളാണ് അവരുപയോഗിച്ച ഡയലോഗുകൾ വരെ നമ്മുടെ സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടുണ്ട്. അതായത് നാട് വിട്ടൊക്കെ പോകുമ്പോൾ ഞാൻ ഒരു വൈഫ് പറയേണ്ട ചില ഡയലോഗുകൾ വരെ അവരുപയോഗിച്ചതൊക്കെ തന്നെ ഇതിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ബിനോയ് ചേട്ടൻ്റെ ഒബ്സർവേഷനാണ്. അദ്ദേഹത്തിൻ്റെ ചുറ്റുള്ള ചില കഥാപാത്രങ്ങളാണ് അദ്ദേഹം ഈ സിനിമയിലേക്ക് പോർട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മളടുത്ത് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കണ്ടത് UK പോയതിന് ശേഷം അങ്ങനത്തെ ഒരു ആളുകളുണ്ട് എന്നുള്ളത് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പലരും നമുക്കാണെങ്കിലും നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞ് UK-ലുള്ളവരൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഒത്തിരി കുട്ടികൾ. പക്ഷെ അവരൊന്നും കല്യാണം കഴിഞ്ഞവരാണോ അതൊന്നും നമുക്ക് അങ്ങനെ
ഈ ഒരു ഇവരുടെ ഒരു ഫാമിലി ലൈഫൊക്കെ എന്താണെന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. നമ്മൾ ഒരു സിനിമ ചെയ്യുമ്പോഴാണ് ഞാൻ അതിൻ്റെ ഒരു ഇമോഷൻ എന്താണെന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത്. അനുവിന് എങ്ങനെ ഈ പോലീസ് ക്യാരക്ടറും അതൊക്കെ ഇതേമാതിരി റിയൽ ഇൻസിഡൻറ്റും റിയൽ ക്യാരക്ടറും ഒക്കെ അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്? ഈ പോലീസ് ക്യാരക്ടർ റിയൽ ആണോ എന്ന് പറയുന്നത് അത് ഫിക്ഷനാണ്. ഈ പറയുന്ന ഈ ഒരു ഇൻസിഡൻറ്റ് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ താമസിച്ചപ്പോൾ നമ്മുടെ ഒരു മോനെ ഒരു വഴക്ക് പറയാണ് അല്ലെങ്കിൽ അടിക്കുകയാണെന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഭയങ്കര ദേഷ്യം കൊണ്ടല്ലല്ലോ അത് ചെയ്യുന്നത്, അത് ഭയങ്കര സ്നേഹത്തോടെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ശാസനയായിരിക്കും. അപ്പം അത് നമ്മൾ ഇവിടെ ചെയ്യുന്ന അതേ കാര്യം ലണ്ടനിൽ പോയിട്ട് ആ പ്രവൃത്തി ചെയ്യുമ്പോൾ ഉള്ള ഒരു വ്യത്യാസമാണ്. അത് പലർക്കും അറിയില്ല. അത് നമ്മൾ സഡൻ റിയാക്ഷനാണ്. നമ്മൾ കുഞ്ഞിലേ മുതൽ ഇവിടെ ശീലിച്ചു പോയതാണ്, നമ്മുടെ കൾച്ചർ അങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു അച്ഛനമ്മ മകൻ എന്ന് പറയുന്ന ഒരു ബന്ധത്തിൻ്റെ ഒരു റാപ്പോ വേറെ അല്ലേ. അപ്പം അത് അതേപോലെ അവിടെ പോയി അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പം അതിന് നമുക്ക് അവിടുത്തെ ലോ അറിഞ്ഞിരിക്കണം. അപ്പം ആ ഒരു അജ്ഞതയാണ് ഈ ജീനിന് ഉണ്ടാക്കുന്ന കുറേ പ്രശ്നങ്ങൾ. അത് ട്രിഗർ ചെയ്ത് ഉണ്ടാവുന്ന ഇവന്റ്സ് ഒക്കെയാണ് സിനിമയിൽ പോകുന്നത്. അപ്പം അത് ജീൻ പോലീസ് ഓഫീസർ എന്നുള്ളത് ഒരു ഫിക്ഷൻ പരിപാടിയാണ്. ബാക്കി അതിനകത്ത് ഇൻസിഡൻസ് ആണ് നമ്മൾ റിയൽ ഇൻസിഡൻസിൻ്റെ ഇൻസ്പയർഡ് ആയിട്ടുള്ള സംഗതികൾ. ഈ പോലീസ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അനുവിൻ്റെ പോലീസ് ക്യാരക്ടർ കണക്ട് ആവുന്നത് അയ്യപ്പനും കോശിയിലെ ക്യാരക്ടറാണ്. ഇപ്പോൾ നമ്മുടെ ചാനൽ തന്നെ സംസാരിക്കുമ്പോൾ അന്ന് പറഞ്ഞിട്ടുണ്ട്, അയ്യപ്പനും കോശിയിൽ കയറുമ്പോൾ സച്ചേടൻ തരുന്ന ഡിസ്ക്രിപ്ഷൻ പോലീസ് കഥകൾ അല്ലെങ്കിൽ പോലീസ് സിനിമകൾ കാണാതെ സെറ്റിലേക്ക് വരിക എന്നുള്ള ഡിസ്ക്രിപ്ഷൻ ആയിരുന്നു. ഇതിലും ആ രീതിയിലുള്ള മെത്തേഡ് ഫോളോ ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും രീതിയിൽ ആ ട്രൈറ്റ് ഫോളോ ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ? ഞാൻ ഈ പറഞ്ഞ ഒരാൾ ചെയ്തു വെച്ചൊരു പോലീസ് ക്യാരക്ടർ ഞാൻ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ റിയൽ ലൈഫിൽ കണ്ട ആൾക്കാരോ, നമുക്ക് ഒരുപാട് പോലീസ് സുഹൃത്തുക്കളും ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മുടെ ഫ്രണ്ട് സർക്കിളിലാണെങ്കിൽ ഉള്ളവർ പോലും പോലീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം അവരുമായിട്ടൊക്കെ ഒരു സൗഹൃദവും ഇൻട്രാക്ഷനും ഉള്ളതുകൊണ്ട് നമുക്ക് അവരുടെ ഒരു ചേഷ്ടകളും ഒരു സംസാര രീതിയും ഒക്കെ നമുക്ക് അറിയാം. അപ്പം അത് കോപ്പി ചെയ്യല്ല, അത് ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ കിടക്കുകയാണ്. അപ്പോൾ പിന്നെ ഡയറക്ടറാണല്ലോ പറയുന്നത്. ഡയറക്ടർ ഈ സിറ്റുവേഷനിൽ ഇപ്പം ഇതിനകത്ത് ഞാൻ ഒരു ത്രൂ ഔട്ട് യൂണിഫോം ഇട്ട് അങ്ങനത്തെ ഒരു പരിപാടികളൊന്നുമില്ല. ഒരു ഫ്ലാഷ് കട്ടിൽ 2 സീക്വൻസിലുള്ളൂ സത്യം പറഞ്ഞാൽ യൂണിഫോം ഇട്ടിട്ടുള്ളത്. ബാക്കി ഒരു സാധാരണ മനുഷ്യൻ്റെ കഥയാണ്. ഈ ജീൻ എന്ന് പറയുന്ന നാട്ടിലെ പോലീസുകാരൻ അവിടെ ചെല്ലുമ്പോൾ ഒരു സാധാരണക്കാരനാണ്. അവനവിടെ പോലീസല്ല, അവനവിടെ ഒരു അച്ഛൻ അല്ലെങ്കിൽ ഹസ്ബൻഡ് എന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ. അപ്പം ആ ജീൻ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ്. അപ്പം അതിനൊരു പോലീസുകാരനാവാനുള്ള പ്രപ്പൊന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. ഈ അയ്യപ്പനും കോശിയിലെ ഒരു ടേക്ക് അവേ എന്തായിരിക്കും? കാരണം ഇപ്പോൾ സച്ചേട്ടനെ പറ്റി ഓരോരുത്തർ പറയുമ്പോഴും ആസ് എ ഫിലിം മേക്കർ അല്ല, കുറച്ചുകൂടെ പേഴ്സണൽ ആയിട്ടാണ് ഇപ്പോൾ പൃഥ്വിരാജ് ആയാലും എല്ലാവരും പേഴ്സണൽ ആയിട്ടുള്ള മെമ്മറിയാണ് പറയുന്നത്. അത് കഴിയുമ്പോഴും ഒരു കരിയറിൽ ഇന്നേ വരെ ഇല്ലാത്തൊരു ടേക്ക് അവേ ആ സിനിമ കഴിഞ്ഞിട്ട് സംഭവിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് അത് ഓർക്കുന്നത്? കാരണം അതിന് മുന്നേ ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ വലിയ സിനിമ രാജുവിൻ്റെ കൂടെ തന്നെ 7th ഡേ ചെയ്തു, ജോർജ് ഏട്ടൻ പ്രൊഡ്യൂസ് ലാസ്റ്റ് സപ്പറും, യൂട്യൂബ് റൂട്ട്സ്, തീവ്രം. അപ്പം ഈ സിനിമകളൊക്കെ ചെയ്യുമ്പോഴും ഈ പറയുന്ന ക്യാരക്ടേഴ്സ് എല്ലാവരും അറിയാം. ക്യാരക്ടർ പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, സിനിമ അറിയാം. പക്ഷെ അത് ഞാനാ ചെയ്തതെന്ന് പലർക്കും ഇങ്ങനെ ഒരു ഡൗട്ടുണ്ട്. അത് അനുവാണോ ചെയ്തത്, ഒന്നുകൂടെ കാണാം എന്ന് ഇങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പം അയ്യപ്പനും കോശി എന്ന് പറഞ്ഞ സിനിമയാണ് എനിക്ക് ഐഡൻറ്റിറ്റി തന്നത് സച്ചേട്ടൻ. അപ്പം അത് ഭയങ്കര ഒരു സച്ചേട്ടൻ്റെ ഒരു മാജിക്കൽ എഴുത്ത് തന്നെയാണ്. കാരണം അതിനകത്ത് ഒരു സീനിൽ വന്നുപോയ ആളെ വരെ നമുക്കിപ്പോഴും അറിയാം. അയ്യപ്പനും കോശിയിലെ എല്ലാ കഥാപാത്രങ്ങളെയും നമ്മൾ രണ്ടാമത് എടുത്ത് പറയേണ്ട, ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പം അത്രയും മനസ്സിലേക്ക് കയറുന്ന അത് സച്ചേട്ടൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഒരു മാജിക്കാണ്. അപ്പം അത് ആ സ്ക്രിപ്റ്റിൽ അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ചതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഒരു ഐഡൻറ്റിറ്റി വന്നതും അതിന് തുടർച്ചയായിട്ടാണ് ഞാൻ നല്ല നല്ല സിനിമകൾ ബാക്ക് ടു ബാക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം അത് സച്ചേട്ടനോട് എത്ര കടപ്പെട്ടാലും അതൊരു സിനിമാക്കാരൻ എന്നുള്ള രീതിയിലല്ല. നമുക്ക് എപ്പോൾ വിളിച്ചാലും ഫോൺ എടുത്ത് ഞാനൊരു 4 വർഷം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം സച്ചേട്ടനെ കാണുന്നത് ടിക്കറ്റ് 43 എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിന് വേണ്ടിയിട്ട് 1 ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ രാജുവേട്ടൻ വിളിച്ചിട്ട് കാശ്മീരിലേക്ക് 1 ഡേ ഷൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ സച്ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പം സച്ചേട്ടൻ എനിക്കൊന്ന് അനാർക്കലിയുടെ കഥ പറയാൻ വേണ്ടിയിട്ടോ ആ ഡിസ്കഷന് വേണ്ടിയിട്ടോ എന്താണ് അങ്ങോട്ട് വരുന്നത്. അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ശ്രീനഗർ വരെ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫുൾ ഡേ ഞങ്ങൾക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റി. സച്ചേട്ടൻ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ സച്ചേട്ടൻ്റെ ഹൈക്കോടതിയിലെ കാര്യങ്ങൾ പറയുന്നു, നാടകത്തിലെ കാര്യങ്ങൾ പറയുന്നു, അച്ഛനെയൊക്കെ അറിയാം, അച്ഛൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നു. അപ്പം ഭയങ്കരമായിട്ടൊരു സൗഹൃദം, ഒരു ചേട്ടൻ എന്നുള്ള രീതിയിൽ ആ ഒരൊറ്റ ദിവസം കൊണ്ട് സച്ചേട്ടൻ നമ്മളെ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യുകയെന്ന് പറയത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ബന്ധം അന്നത്തെ ഒറ്റ ദിവസം ഞങ്ങൾ സംസാരിച്ചുള്ളൂ. പിന്നെ ഞാൻ എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കും, അല്ലെങ്കിൽ എടുത്തില്ലെങ്കിൽ തിരിച്ചു വിളിക്കും. ഞാൻ സിനിമ ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ സച്ചേട്ടൻ അങ്ങനെ ഞാൻ ചാൻസ് ചോദിച്ചിട്ടില്ല. പക്ഷേ എപ്പോൾ വിളിച്ചാലും നീ വിഷമിക്കണ്ട, ശരിയാവടാ നമുക്ക് പറഞ്ഞിട്ട് ഒരു ചേട്ടനെ പോലെ വഴക്ക് പറഞ്ഞിട്ടാണെങ്കിലും നമ്മളെ സമാധാനിപ്പിക്കുന്ന രീതി സച്ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് ഈ ബൈ ചാൻസ് ഈ പറയുന്ന പോലെ ഞാൻ ഒരു ദിവസം ഒറ്റയ്ക്ക് ട്രെയിനിൽ എന്തോ നിൽക്കുമ്പോഴാണ് സച്ചേട്ടൻ മെസ്സേജ് അയക്കുന്നത്. സച്ചേട്ടൻ സുഖമാണോ എന്ന് ചോദിച്ചിട്ടൊരു മെസ്സേജ് അയച്ചപ്പോഴാണ് സച്ചേട്ടൻ വിളിച്ചിട്ട് നീ അത്യാവശ്യമായിട്ട് അതിനെ കാണാൻ പറഞ്ഞു. എന്നിട്ട് അയ്യപ്പനും കോച്ചിയുടെയും പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്താണ്. അങ്ങനെയാണ് ഞാൻ അതിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. അപ്പം അത്രയും ഒരു സ്നേഹബന്ധം ഓരോരുത്തരിലും, ഇപ്പം ഞാൻ മാത്രമല്ല സച്ചേട്ടനെ പരിചയപ്പെടുന്ന എല്ലാവർക്കും ആ ഒരു പെർസ്പെക്റ്റീവ് തന്നെയാണ്. ഒരു സിനിമ ബന്ധമല്ല.
ഈ ബാക്ക് ടു ബിഗ് ബെന്നിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഈ ത്രില്ലർ അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഒരു ജോണറുള്ള സിനിമകൾ വരുമ്പോൾ അവിടെ ഇപ്പോൾ തകർത്ത് അഭിനയിച്ചാൽ പോലും അവിടെ റിലീസിന് ശേഷം ചർച്ചയാവുന്നത് ഷോട്ടും എഡിറ്റും ഇതിൻ്റെ ഫിലിം മേക്കിങ്ങും ഇതിൻ്റെ ക്രാഫ്റ്റാണ് ചർച്ചയാവുന്നത്. നേരെ മറിച്ച് ഒരു കുറച്ചുകൂടി ഒരു ഫാമിലി ഡ്രാമ ഒരു ഇമോഷണൽ സ്റ്റോറി ചെയ്യുന്നതിൽ വരുമ്പോൾ ചർച്ചയാവുന്ന എപ്പോഴും പെർഫോമൻസ് അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു സിനിമ പിക്ക് ചെയ്യുമ്പോൾ ഇത്തരം കൺസേൺസ് ഒക്കെ ഉണ്ടല്ലോ, ഏത് ജോണർ സ്പെസിഫിക് ആവണോ, നമ്മൾ മുന്നേ ചെയ്ത ജോണറിൽ നിന്ന് വ്യത്യസ്തമായി ചെയ്യണോ, ഇത്തരം കാര്യങ്ങളൊക്കെ മൈൻഡിൽ കൂടെ ഓടുന്നതാണോ, എങ്ങനെയാണ് ആ പിക്ക് വരുന്നത്? അല്ല, അങ്ങനെ ത്രില്ലർ ചെയ്യണം അങ്ങനത്തെ ഒരു മൈൻഡിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടില്ല. നമുക്ക് വരുന്ന സബ്ജക്റ്റിൽ നമുക്ക് ചിലത് കേൾക്കുമ്പോൾ, ഞാൻ പറയാം, നമുക്ക് ചിലത് കേൾക്കുമ്പോൾ അയ്യോ ഇത് ചെയ്യണം എന്ന് തോന്നുന്ന ഒരു ചില എലമെൻറ്റുകൾ ഉണ്ടാവും. ചിലപ്പോൾ അത് പെട്ടെന്ന് പറയുന്ന ഒരു വൺ ലൈൻ ആയിരിക്കാം. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഈ നടന്ന സംഭവം എന്ന് പറയുമ്പോൾ തോന്നുന്ന ഒരു അങ്ങനെയായിരിക്കാം. നമ്മളല്ലാതെ ഇതിനെ മൈൻഡിൽ അങ്ങനെ ത്രില്ലർ ചെയ്യണോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡ്രാമ നമുക്ക് എല്ലാ ഏരിയാസും ചെയ്യാൻ തന്നെ ആർട്ടിസ്റ്റ് വൈസ് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു എല്ലാ ആർട്ടിസ്റ്റുകൾക്കും എല്ലാ ഏരിയാസും ചെയ്തു പോകണം തന്നെയായിരിക്കും വരുമ്പോഴൊക്കെ ഉള്ള ആഗ്രഹം. അല്ലാതെ ഇത് മാത്രമേ ചെയ്യൂ എന്നുള്ളതായിരിക്കില്ല. അപ്പം പാഷനോട് കൂടിയുള്ളവരൊക്കെ അത് അങ്ങനെ തന്നെയായിരിക്കും ഫോളോ ചെയ്യണം. അതുകൊണ്ടായിരിക്കും പലതും ട്രൈ ചെയ്യാനൊക്കെ നോക്കുന്നത്. അപ്പം ആഗ്രഹം എല്ലായ്പ്പോഴും ഉണ്ട് എന്ന് കരുതി ഇത് തന്നെ ചൂസ് അങ്ങനെയൊന്നുമില്ല. അടുത്തത് ഞാൻ കുറച്ച് ഇത് ചെയ്യണം അങ്ങനത്തെ പ്ലാനിങ് ഒന്നും ഇതുവരെ ഇല്ല. നമുക്കിപ്പോൾ വരുന്നതിൽ നല്ലത് ചെയ്യുക, അല്ലെങ്കിൽ അത് നല്ല എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ഒരു കണക്ട് ചെയ്യാൻ പറ്റുന്ന ഞാൻ അത് നോക്കാറുണ്ട്. എന്തെങ്കിലും ഒരു ക്യാരക്ടർ വൈസും എനിക്ക് കണക്റ്റ് ആവുന്നു, അല്ലെങ്കിൽ നമ്മളത് ചെയ്യുമ്പോൾ കാണുന്ന ആളുകൾക്കും ഈ ഒരു സിനിമ കണക്ട് ചെയ്യല്ലോ എന്ന് തോന്നുന്ന സിനിമകൾ ഞാൻ ചിന്തിക്കാറുണ്ട്. അല്ലാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കഥ പറഞ്ഞു വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാവും. ചിലത് നമുക്ക് കേൾക്കുമ്പോൾ അറിയാം അത് ചെയ്തിട്ട് കാര്യമില്ല, ചിലത് നമുക്ക് കേൾക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ആളുകൾക്ക് ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ ഇവിടെ ഏതൊക്കെയോ ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് ഇത് കണക്റ്റ് ആവും. എല്ലാവർക്കും കണക്റ്റ് ആവണം എന്നല്ല, അങ്ങനെ നമുക്ക് എല്ലാവരും തൃപ്തിപ്പെടുത്തുന്ന സിനിമകൾ അത് നമുക്ക് നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത്. നമ്മുടെ ഭാഗ്യമാണ് അതിലൊക്കെ പോയി പെടുക എന്ന് പറയുന്നത്. അല്ലാത്തപ്പോൾ നമുക്ക് കഥകളൊക്കെ കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കെങ്കിലും ഇത് ഇഷ്ടപ്പെടും എന്ന് തോന്നിയിട്ട് തന്നെയാണ് മിക്ക സിനിമകളും ഞാൻ കമ്മിറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഇങ്ങനെ അത് ചെയ്യണം ഇത് തന്നെ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്നതല്ല. എങ്ങനെയായിരിക്കും അതിൻ്റെ ഞാൻ പറയുന്നില്ല, അയ്യപ്പനും കോശിയും കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഒരുപാട് പോലീസ് ക്യാരക്ടേഴ്സ് കഥ പറയാൻ തുടർച്ചയായിട്ട്. അപ്പം ഒരുപാട് കഥകൾ വന്നു. അപ്പം അതിനകത്ത് കുറേയൊക്കെ സെയിം SFI-കാരനായിട്ടുള്ളൊരു പോലീസ് എന്ന് പറയുമ്പോൾ അത് സച്ചിൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചൊരു ക്രിയേഷൻ ഇമിറ്റേറ്റ് ചെയ്യുന്നൊരു അതിൻ്റെ അവിടെയാണ് ഞാൻ റിപ്പീറ്റേഷൻ വരാതെ ഞാൻ ശ്രദ്ധിക്കാറുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ 21 grams എന്ന് പറയുന്ന സിനിമയിലും എഗെയിൻ പോലീസ് ചെയ്തത്. പക്ഷേ അത് അയ്യപ്പനും കോശിനും സുജിത്തല്ല, അത് വേറെ ഒരു എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ്. ബിഗ് ബെന്നിലേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. അത് ക്യാരക്ടർ പോലീസാണെന്നേ ഉള്ളൂ. പക്ഷേ കഥ പറയുന്നത് ബിഗ് ബെന്നിലെ ജീൻ്റെ കഥയാണ് പറയുന്നത്. ഒരു പോലീസ് സ്റ്റോറി എന്നുള്ള രീതിയിലുള്ള ട്രീറ്റ്മെന്റ് അല്ല, ഫാമിലിയുടെ ട്രീറ്റ്മെന്റ്. ഇപ്പോൾ ഈ ത്രില്ലർ അല്ലെങ്കിൽ ഈ ആക്ഷൻ പാക്ഡ് ഒരു ടെയില് വരുമ്പോൾ ഇപ്പോൾ ഒരു ഫിലിം മേക്കറിനെ സംബന്ധിച്ച് ഓക്കെ ഇത്തരം ജോണറിലുള്ള അല്ലെങ്കിൽ ഇത്തരം പാക്ഡായ ഒരുപാട് സിനിമകൾ OTT-യിലും അല്ലാതെയും കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു വ്യൂവറെ സംബന്ധിച്ചും ഇപ്പോൾ OTT നമ്മളൊരു ചാനൽ എടുക്കുകയാണെങ്കിൽ ആദ്യം കണ്ണിപ്പെടുന്നത് ചിലപ്പോൾ ത്രില്ലറായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പിക്ക് ചെയ്യുന്നത് ത്രില്ലറായിരിക്കും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കഥ വരുമ്പോൾ നിങ്ങൾ കണ്ടുവെച്ച ഒരു വ്യൂവർ എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടുവെച്ച ഇതിന് മേലെ നിൽക്കണം എന്നൊക്കെയാണല്ലോ ആഗ്രഹം. ഇപ്പോൾ ബിഗ് ബെൻ തിയേറ്ററിൽ വരാനിരിക്കുന്ന സമയത്ത് ആ രീതിയിൽ എങ്ങനെയാണ് അതിൻ്റെ കാര്യം പറയാനുള്ളത്? അത് ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ സ്ക്രിപ്റ്റ് വൈസ് ഇതിനകത്തൊരു പുതുമയുണ്ടല്ലോ. അപ്പം നമുക്ക് ത്രില്ലർ ആണെങ്കിലും ഒരു ടെൻഷൻ ബിൽഡ് ചെയ്യുന്ന സീക്വൻസുകളാണെങ്കിലും സ്ക്രിപ്റ്റ് വൈസ് ഇതൊരു പുതിയ സബ്ജക്റ്റാണ് പറയുന്നത്. അപ്പം ആ ഒരു ബേസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ഇനിയുള്ളത് നമ്മൾ കമ്പാരിസൺ ചെയ്യുന്നത് ഓൾറെഡി മേക്കിംഗ് ക്വാളിറ്റിയും അതിൻ്റെ ഈ പറയുന്ന പോലെ ഷോർട്ട് ഡിവിഷനും അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ക്യാമറയും അതിൻ്റെ ടെക്നിക്കൽ റിച്ച്നെസ്സിനെ പറ്റിയായിരിക്കും പിന്നെ തിങ്ക് ചെയ്യുക. അപ്പം അത് ആ കഥയ്ക്ക് അനുയോജ്യമായിട്ട് എത്രത്തോളം നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ചെയ്യാൻ ഇതിനകത്ത് ശ്രമിച്ചിട്ടുണ്ട്. എൻഗേജിങ് ആക്കുക എന്നുള്ളതാണ്. ആ ഒരു ഇരിക്കുന്ന 2 മണിക്കൂർ ബോറടിപ്പിക്കാതെ അല്ലെങ്കിൽ അതിനകത്ത് ഭയങ്കര ഒരു വിരസത തോന്നാതെ ഈ കഥാപാത്രം സഞ്ചരിക്കുന്ന അതേ ടെൻഷനിൽ ഓഡിയൻസിനെ കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്കതൊരു വിജയമാണ്. അങ്ങനെ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. മാക്സിമം ഇൻപുട്ടും കൊടുത്തിട്ടുണ്ട് എല്ലാവരും, ഇപ്പോൾ ആക്ടേഴ്സും ടെക്നീഷ്യൻസും ഒക്കെ. ഒരു അനിലേട്ടനൊക്കെ എത്രയോ ദിവസം നമ്മുടെ കൂടെ 2-3 മാസത്തോളം ഒന്നും അനിലേട്ടൻ ഇങ്ങനെ ഫുൾ ഓണായിട്ട് നമ്മുടെ കൂടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാനൊന്നും ഇരുന്നിട്ടില്ല. അപ്പോൾ അത്രയും അനിലേട്ടൻ അത്രയും സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അത്രയും ഇൻവോൾവ് ആയിട്ടിരുന്ന് ചെയ്ത സിനിമകളൊക്കെയാണ്. അപ്പോൾ ഈ ലൂപ്പ് ഹോൾ ഇത്തരം ഒരു ടെയില് വരികയാണ്. ഇതിൽ നമുക്ക് മേക്കർ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഓക്കെ ഇത് ലോജിക്കലി ഭയങ്കര സൗണ്ട് ആയിരിക്കും, ലൂപ്പ് ഹോൾ വരരുത് എന്നൊക്കെ ആണ് ഒരു മേക്കർ സൈഡിൽ. നേരെ മറിച്ച് ഒരു പെർഫോമർ സൈഡിൽ വരുമ്പോൾ ഇമോഷണൽ കണ്ടിന്യൂറ്റി പിടിക്കണം, കറക്റ്റായിട്ട് നോക്കണം എന്നൊക്കെയുള്ള ചാലഞ്ചസ്. അത്തരം രീതികൾ ഈ ബിഗ് ബെന്നിൽ വലിയൊരു എഫേർട്ടായിട്ട് വന്നിട്ടുണ്ട്. കാരണം എനിക്ക് അതിൽ അത്തരം വേരിയേഷൻസ്, അതായത് നമുക്ക് ആക്ടറെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പെർഫോമൻസിനാണ്
ഈ പറഞ്ഞ പോലെ മേക്കിംഗ് മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി ഞങ്ങൾക്ക് ചിന്തിക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന ആ കഥാപാത്രം അല്ലെങ്കിൽ നമ്മളിൽ ഏൽപ്പിച്ച ആ ഒരു കഥാപാത്രം അതേ ഇമോഷൻ തന്നെ. അപ്പോൾ കഥാപാത്രം വേറെ ആയിരിക്കും സ്വഭാവങ്ങൾ, നമ്മുടെ സ്വഭാവമേ ആയിരിക്കില്ല. അപ്പോൾ ആ ഒരു സ്വഭാവം ഈ സിനിമയ്ക്കകത്ത് മുഴുനീളം കൊണ്ടുപോകാൻ അതൊരു എല്ലാ ആക്ടേഴ്സിനും, അതിപ്പോൾ ചെറിയ റോള് വന്ന് ചെയ്യുന്നവർക്ക് പോലും ഉണ്ട് അത്. അല്ലാതെ ഒരു ത്രൂ ഔട്ട് ഒരു സിനിമയ്ക്കകത്ത് വേണം എന്നുള്ളതല്ല. ഏതൊരു കഥാപാത്രമാണെങ്കിലും ഇപ്പം ഞാൻ നേരിൽ വളരെ ചെറിയൊരു പോർഷനാണ് വന്ന് ചെയ്തത്. ആ കഥാപാത്രത്തിനൊരു സ്വഭാവമുണ്ട്, അത് കംപ്ലീറ്റ്ലി ആ സിനിമയിൽ തന്നെ അതായത് ഒരു എത്ര ചെറുതാണെങ്കിലും അതിനൊരു സ്വഭാവം ഉള്ളത്, അതേ ഇമോഷൻ പിടിക്കുക എന്ന് പറയുന്നത് ചലഞ്ചിങ് തന്നെയാണ് എല്ലാവർക്കും. അത് സൈഡിൽ നിൽക്കുന്നവർക്കാണെങ്കിലും പാസിംഗ് റോളാണെങ്കിൽ പോലും അവർക്കൊക്കെ അത് പിടിക്കുന്നത് എപ്പോഴും കൺസേൺ, എപ്പോഴും ആ ഒരു കോൺഷ്യസ് ആയിട്ടിരിക്കണം എന്നുള്ളത് ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ എനിക്ക് ഇത് നമ്മൾ ത്രൂ ഔട്ട് ചെയ്യുമ്പോൾ ഉള്ള കുറേ കൂടി എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്, നമ്മൾ ഗ്രാജുവലി ആ ക്യാരക്ടർ ആവാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓരോ ദിവസം നമ്മൾ ആ വേഷം അണിയുമ്പോൾ, വേഷം ഇൻ ദ സെൻസ് വലിയ ഇതല്ല, ആ കഥാപാത്രത്തിൻ്റെ വേഷങ്ങൾ അണിയുമ്പോൾ അതിൻ്റെ നമ്മൾ മേക്കപ്പ് അല്ലെങ്കിൽ അതേ ഒരു ലുക്കിലേക്ക് വരുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നു, സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഇതാണ് ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന സീൻ എന്നൊക്കെ നമ്മളെപ്പോഴും നമ്മുടെ ഇതിലൂടെ കടന്നുപോയി, അല്ലെങ്കിൽ ഓരോ ദിവസം ചെയ്യും തോറും നമ്മൾ ആ ഒരു കഥാപാത്രമായി മാറും. അത് നമ്മൾ കൊടുക്കുന്ന ഒരു എഫേർട്ടാണ്. അത് ഒന്നുമില്ല, കോൺഷ്യസ്ലി നമ്മൾ അതിലായിരിക്കുക, ആ മൊമെൻറ്റിലായിരിക്കുക. എന്താണോ ആ കഥാപാത്രം, അതിന് എന്താണോ ആവശ്യമുള്ളത് അതായിരിക്കുക എന്നുള്ളത്. അത് ഇവരുടെ ഡയറക്ടേഴ്സിൻ്റെയും റൈറ്റേഴ്സിൻ്റെ ഒക്കെ ഹെൽപ്പോട് കൂടി നമുക്ക് കുറച്ചും കൂടി, പിന്നെ കോ ആക്ടേഴ്സിൻ്റെയും നമ്മുടെ ആ മൊത്തം ഒരു ആംബിയൻസ് വരുമ്പോൾ നമ്മൾ ആ ഒരു ക്യാരക്ടർ ആവണം. അതാണ് ചാലഞ്ചിങ് ആണ് അത്. പക്ഷെ അത് എവിടേക്കോ ബ്ലെസ്സിങ് പോലെയാണ് എല്ലാ ആക്ടേഴ്സിനും. അത് ഇപ്പോൾ ഉള്ള എല്ലാ ആക്ടേഴ്സിനും അത് വരുന്നുണ്ട്. നമുക്കൊരു ക്യാരക്ടറിനെ ഇഷ്ടപ്പെടുന്നു. എനിക്ക് ഞാനായിട്ട് തന്നെ നിൽക്കുന്ന, എനിക്ക് അങ്ങനത്തെ സിനിമകൾ ചെയ്യാൻ വലിയ താല്പര്യമില്ല. എനിക്ക് കഥാപാത്രം ആവാൻ തന്നെയാണ് എപ്പോഴും ഇഷ്ടം. അതിഥിയുടെ ക്യാരക്ടറിന് എനിക്ക് എപ്പോഴും ഇഷ്ടം അത് തന്നെയാണ്. നമുക്ക് നമ്മളായിട്ട് തന്നെ ചെയ്യാനാണെങ്കിൽ എളുപ്പമല്ലേ, ചാലഞ്ചിങ് ഒന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കാത്ത പല ഇമോഷൻസ് അല്ലെങ്കിലും ചില കാര്യങ്ങൾ ഞാൻ എങ്ങനെ പെരുമാറും എന്നുള്ള രീതിനേക്കാൾ ഉപരി ആ ക്യാരക്ടർ എങ്ങനെ പെരുമാറും എന്ന് കരുതി ചെയ്യാനാണ് എനിക്കിഷ്ടം. എനിക്ക് ഞാൻ തന്നെ എല്ലാത്തിലും ഒരേ മോഡുലേഷൻ, എല്ലാത്തിലും ഒരേ ടൈപ്പ് തന്നെ അഭിനയിക്കുകയാണെങ്കിൽ അതിൽ വലിയ അഭിനയം സാധ്യത ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം എന്തോ ഭാഗ്യത്തിന് അങ്ങനെയൊക്കെ കുറച്ച്, ഇപ്പം ഞാൻ 10ാം വളവിലാണെങ്കിലും ഞാനേ അല്ലാത്തൊരു കഥാപാത്രം ഞാൻ അതിൽ ചെയ്തിരിക്കുന്നത്. കാരണം എനിക്ക് അറിയ പോലും ഇല്ലാത്ത ഒരു ഏരിയ ആണത്. ഒരു അമ്മ വേഷം, അല്ലെങ്കിൽ ഇത്രയും വയസ്സുള്ളൊരു കുട്ടിയുടെ അമ്മ, അല്ലെങ്കിൽ ഇതിലാണെങ്കിലും അങ്ങനെ. അപ്പോൾ അതൊക്കെ അങ്ങനത്തെ കഥാപാത്രങ്ങൾ കിട്ടുക എന്നുള്ളതാണ്, അതൊരു ബ്ലെസ്സിങ് ആണ്. ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം കിട്ടുക, അങ്ങനത്തെ അവസരങ്ങൾ കിട്ടുക എന്നുള്ളതാണ്. എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടി. ബിഗ് ബെന്നിൽ ഇവരെല്ലാവരും അതങ്ങനെ ഒരു അവസരം തന്നപ്പോൾ എനിക്ക് പറ്റുന്നത് ആ ഇമോഷനൊക്കെ ഞാൻ വിടാതെ പിടിച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനല്ലാത്തൊരു കഥാപാത്രം തന്നെയാണ്, പക്ഷേ ഞാനാണെങ്കിൽ എന്ത് ചെയ്യും എന്ന് കരുതിയിട്ടുള്ളൊരു മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്കിനി അറിയില്ല, ഇനി കണ്ടിട്ടുണ്ട്. ഇമ്മീഡിയറ്റ് റിലീസ് ഇപ്പോൾ 28th ബിഗ് ബെൻ ആണ്. നെക്സ്റ്റ് ഇപ്പോൾ ബിഗ് ബെന്നിന് ശേഷം ഏതായിരിക്കും? ബിഗ് ബെന് ശേഷം ചിലപ്പോൾ ഹണ്ട് ആയിരിക്കണം. ഷാജി കല്ലേഴ്സ് ആണ്. ഡേറ്റ് ഇപ്പോഴും ഫിക്സ് ചെയ്തിട്ടില്ല. ഹണ്ടിൽ അതിലും അനുചേട്ടനുണ്ട്. അതിലെന്റെ ജൂനിയർ ആയിട്ടാണ്, എന്റെ ജൂനിയർ, എന്റെ അനിയന്റെ ഒരു പ്രായം പോലെ അങ്ങനെ ഒരു തീർത്തും അല്ല, ആളുകൾ മേക്കോവറൊക്കെ അനിയന്റെ ലുക്കിലേക്ക് ആവാൻ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അപ്പൊ ഹണ്ടായിരിക്കും ചിലപ്പോൾ ഇനി അടുത്തത്. പിന്നെ ഗോകുലം മൂവീസിന്റെ ഞാനും സുരാജേട്ടനും റോഷൻ മാത്യുവും കൂടെ ചെയ്ത ലിക്കർ ഐലൻഡ് എന്ന് പറഞ്ഞൊരു മൂവി, അപ്പം അതിൻ്റെ റിലീസാകാൻ നിൽക്കുന്നു. പിന്നെ സൗബിൻ ചേട്ടൻ്റെ കൂടെ രാബേൽ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ടുണ്ട്. അതൊന്ന് 2 സിനിമകൾ ഇനി, അതായത് ഇതൊന്നും റിലീസുകൾ അറിയില്ല, ഇതൊക്കെയാണ് ചെയ്തിപ്പോൾ കഴിഞ്ഞിരിക്കുന്ന. അനുവിന്റെ ഹണ്ട് അല്ലാതെ ഇനി വരാനുള്ളത് വികാരം എന്ന് പറയുന്ന ഒരു സിനിമ, ഞാനും ശ്രീനാഥ് ബാസിയും കൂടെ അഭിനയിച്ച സിനിമ. പിന്നെ വിലായത്ത് ബുദ്ധ, അതിന്റെ ഷൂട്ടിന് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അത് ഒരു ഷെഡ്യൂളും കൂടെ ഉണ്ട്, കുറച്ച് ദിവസം കൊണ്ട് ഷൂട്ട് ബാക്കിയുണ്ട്. അപ്പോൾ അതിന്റെ അത് വരാനുണ്ട്. പിന്നെ ഹണ്ട് വരാനുണ്ട്. അപ്പോൾ ബിഗ് ബെന്നിന്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.